നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം അനുസരിച്ച് സാധുരമായിട്ടുള്ള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ പത്രികാ സമർപ്പണം അതിവേഗത്തിൽ. പ്രധാന സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. താനൂരിൽ മുഹമ്മദ് സമീറും വള്ളിക്കുന്നിൽ AP മുസ്തഫയും LDF സ്ഥാനാർത്ഥികൾ. പുനലൂരിൽ കോൺഗ്രസ് ലീഗ് തർക്കം തുടരുന്നു. വിമത സ്ഥാനാർത്ഥിയെ പിൻവലിക്കാതെ കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവർക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് കോൺഗ്രസ്. ഭരണം കിട്ടിയാൽ സുപ്രധാന പദവിയിൽ നിയമിക്കുമെന്ന് KC വേണുഗോപാൽ. എല്ലാവർക്കും പാർട്ടി പദവി നൽകുമെന്ന് VD സതീശൻ. G സുധാകരനെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശരിവെച്ച് CPM ജില്ലാ സെക്രട്ടറി R നാസർ. പിണറായി പറഞ്ഞത് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. ഉണ്ടായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നുവെന്ന് നാസർ. നീതിമാനായ ഭരണാധികാരിയായിരുന്ന സുധാകരൻ കള്ളം പറയില്ലെന്ന് VD സതീശൻ. നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. വർക്കല സീറ്റിനെ ചൊല്ലി NDAയിൽ കലഹം. സീറ്റ് BDJSന് നൽകിയതിനെതിരെ BJP പ്രാദേശിക നേതൃത്വം. BJP നേതാവ് ആലങ്കോട് ദാനശീലൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. V ജോയിയെ തോൽപ്പിക്കാൻ വർക്കല കഹാറിന് വോട്ട് ചെയ്യാനും ആഹ്വാനം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. ശിക്ഷ വിധിച്ചത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. വധശിക്ഷ കിട്ടാത്തതിൽ നിരാശയെന്ന് വന്ദനയുടെ കുടുംബം. എറണാകുളം വടുതലയിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ച നിലയിൽ. മരിച്ചത് 2 സ്ത്രീകളും 3 കുട്ടികളും. ചികിത്സയ്ക്കായി ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിച്ച തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ്. കാസർഗോഡ് മൊഗ്രാലിൽ BLO പുഴയിൽ ചാടി ജീവനൊടുക്കി. ആത്മഹത്യ ചെയ്തത് മൊഗ്രാൽ പുത്തൂർ കടവത്ത് സ്വദേശി സവാദ്. ജോലി സമ്മർദ്ദമാണ് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ്. യുദ്ധം അവസാനിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ലക്ഷ്യത്തിനരികിലെത്തി. US-ന് സൈനിക താവളം വിട്ടു നൽകിയ ബ്രിട്ടന് ഇറാന്റെ ഭീഷണി. സ്വന്തം പൗരന്മാരുടെ ജീവൻ ബ്രിട്ടൻ അപകടത്തിലാക്കുകയാണെന്ന് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ നാമനിർദ്ദേശ പത്രിക നൽകി പ്രമുഖ സ്ഥാനാർത്ഥികൾ. മുഹമ്മദ് റിയാസ്, V ശിവൻകുട്ടി, റോഷി അഗസ്റ്റിൻ, രമേശ് ചെന്നിത്തല, A പ്രഭാകരൻ, TP രാമകൃഷ്ണൻ, H സലാം, VK പ്രശാന്ത്, DK മുരളി, ലിൻഡോ ജോസഫ് എന്നിവർ പത്രിക നൽകി. പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു H സലാമിന്റെ പത്രികാ സമർപ്പണം. സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, രമ്യ ഹരിദാസ് അടക്കമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പത്രിക നൽകി. BJP സ്ഥാനാർത്ഥികളായ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, PK കൃഷ്ണദാസ് എന്നിവരും നാമനിർദ്ദേശ പത്രിക നൽകി. താനൂരിലും വള്ളിക്കുന്നിലും LDF-ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. താനൂരിൽ പ്രവാസി വ്യവസായിയായ T മുഹമ്മദ് സമീറും വള്ളിക്കുന്നിൽ അഡ്വക്കേറ്റ് AP മുസ്തഫയുമാണ് സ്ഥാനാർത്ഥികൾ. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. CV അനുമോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇനിയിപ്പോൾ മങ്കട മാത്രമല്ലേ ബാക്കിയുള്ളൂ? ഇപ്പോൾ താനൂരിലെയും അതുപോലെ തന്നെ വള്ളിക്കുന്നിലെയും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ എന്താണ്?
മഞ്ജുഷ, ഇപ്പോൾ മലപ്പുറത്തെ LDF-ന്റെ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. താനൂരിലും വള്ളിക്കുന്നിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. താനൂരിലും പ്രവാസി വ്യവസായ മുഹമ്മദ് സമീറും വള്ളിക്കുന്നിൽ അഡ്വക്കേറ്റ് AP മുസ്തഫയുമാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ മത്സരിക്കുക. പൊതു സ്വതന്ത്രന്മാരായിട്ടായിരിക്കും ഇവർ മത്സരത്തിലുണ്ടാവുക എന്നാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ മലപ്പുറത്ത് മണ്ഡലത്തിൽ നിലവിൽ ഒരു സ്ഥാനാർത്ഥിയായ MP അലവിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ലീഗ് വിമതനായിട്ടുള്ള കുന്നത്ത് മുഹമ്മദും ഇപ്പോൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. LDF-ന്റെ തീരുമാനം കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ആരുടെയും പിന്തുണ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പത്രിക സമർപ്പണത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം അലവിയെ പിൻവലിച്ച് കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കുവാനാണ് LDF-ന്റെ തീരുമാനം. എന്നാണെങ്കിലും മലപ്പുറത്ത് ഏറ്റവും പ്രധാനമായത് ഈ ഒരു താനൂരിലെ മണ്ഡലമാറ്റമുണ്ടാക്കിയ പ്രതിസന്ധിയായിരുന്നു. V അബ്ദുറഹ്മാൻ താനൂർ തിരുവല്ലയ്ക്ക് മാറിയതോടെ അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ തന്നെ ഉണ്ടായി. തുടർന്ന് UDF-ൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരാനുള്ള നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും ഫലം കാണാത്തതിനെ തുടർന്നാണ് പ്രവാസി വ്യവസായ മുഹമ്മദ് സമീറിലേക്ക് LDF-ന്റെ ആലോചനകളെത്തിയത്. അങ്ങനെ അദ്ദേഹം LDF-ന്റെ പൊതു സ്വതന്ത്രനായിട്ട് ഇവിടെ മത്സരിക്കുകയാണ് താനൂരിൽ. അതുപോലെ തന്നെ വള്ളിക്കുന്നിലും റിയാസ് മുക്കുളിയെ പോലെയുള്ള കോൺഗ്രസിൻ്റെ യുവ നേതാക്കളെ കൊണ്ടുവരാനുള്ള നീക്കവും LDF-ന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നീക്കത്തോടെ റിയാസ് മുക്കുളി സഹകരിച്ചില്ല. അതുകൊണ്ട് ആ തീരുമാനവും മാറ്റപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് പൊതു സ്വതന്ത്രൻ എന്ന നിലയിലേക്ക് വള്ളിക്കുന്നിലും സാഹചര്യങ്ങൾ എത്തിയത്. നിലവിൽ എന്താണെങ്കിലും മലപ്പുറത്ത് മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളുടെ ചിത്രം ഇതോടെ തന്നെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മഞ്ജുഷ്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിരിക്കുകയാണ്. മങ്കടയിൽ പക്ഷേ നിലവിലെ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വരുമോ എന്നുള്ളത് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. പുനലൂർ സീറ്റിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസ് മുസ്ലിം ലീഗ് പോര് അവസാനിക്കുന്നില്ല. വിമത സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കത്തിൽ നിന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇതുവരെ പിന്മാറിയിട്ടില്ല. നേതൃത്വത്തോടുള്ള വിദ്വേഷം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയല്ല പ്രകടിപ്പിക്കേണ്ടതെന്നാണ് ലീഗ് നേതാക്കളുടെ വികാരം. മുസ്ലിം ലീഗിന്റെ ജില്ലാ, മണ്ഡലം, ബ്ലോക്ക് തല അടിയന്തര നേതൃയോഗം പുനലൂരിൽ ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവർക്ക് KC വേണുഗോപാലിന്റെ ഉറപ്പ്. സീറ്റ് കിട്ടാത്തവർക്ക് ഭരണം കിട്ടിയാൽ സുപ്രധാന പദവിയിലേക്ക് വരാനാകും. അർഹിക്കുന്ന പരിഗണന അവർക്ക് കിട്ടുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിനകത്ത് ഒരുപാട് പേര് അർഹരായ നേതാക്കന്മാരുണ്ട് സ്ഥാനാർത്ഥികളാകാൻ. ഈ തെരഞ്ഞെടുപ്പെന്ന് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് 10 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ പറ്റാത്തവരെല്ലാം കൃത്യമായിട്ടും അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ പാർട്ടിയെ സഹായിക്കാൻ രംഗത്തുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നവർ. മത്സരിക്കുന്നവർ മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങാൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ദുരൂഹമാണെന്ന് KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വളരെ കുറച്ച് സമയം മാത്രമാണ് കിട്ടുന്നത്. അതിലും ഡീൽ ആണോ എന്ന് സംശയമുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയാണ്, അതും ഡീലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഡിക്ലറേഷനും നോമിനേഷനും തമ്മിൽ ഒരു ദിവസം പോലും വ്യത്യാസമില്ലാതെ താങ്കൾ ഒരുപാട് ഡൽഹി പ്രവർത്തിച്ചതല്ലേ, ഒരുപാട് സ്റ്റേറ്റിൽ ഇലക്ഷൻ കണ്ടതല്ലേ, എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഡിക്ലറേഷനും നോമിനേഷനും ഒരു ദിവസം തൊട്ടിട്ട്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ദുരൂഹത നടത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ആകെ നിങ്ങൾ എത്ര ദിവസമുണ്ട് ഇപ്പോൾ നോക്കിയേ. ഇപ്പോൾ നോമിനേഷൻ തീരുന്നത് 23-ാം തീയതി, വിഡ്രോവൽ 26-ാം തീയതി, 7-ാം തീയതി പ്രചരണം അവസാനിച്ചു. 26-ഉം 10-ഉം 6, 11 ദിവസം. ഇതിനിടയിൽ ദുഃഖ വെള്ളിയാഴ്ചയുണ്ട്, ഇതിനിടയിൽ ഈസ്റ്ററുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങൾ കൂട്ടിയാണ് പെരുന്നാൾ കഴിഞ്ഞു. അപ്പോൾ ഫലത്തിൽ 10 ദിവസം പോലും ഇല്ല ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ. ഇങ്ങനെ ഉണ്ടാവുന്ന ആരെങ്കിലും ധരിച്ചിരുന്നോ? തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീൽ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാലക്കാട് CPM BJP രഹസ്യ ധാരണയുണ്ട്. വേറെ 1-2 സീറ്റുകളിലും ധാരണയുണ്ടെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. സംശയമല്ലല്ലോ, അത് യഥാർത്ഥമായിട്ടുള്ള കാര്യമല്ലേ. അത്ഭുതം തോന്നി. ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കേണ്ടായ. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലും ഉണ്ട്.
കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നുണപ്രചാരണം നടത്തുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സപ്ലൈകോ തകർന്നു, PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കുന്ന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിൽ പൊളിച്ചു കാണിക്കുമെന്നും സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് നിസ്സംഗരാണ്, പ്രചരണം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, വ്യാപകമായ പ്രചരണമാണ്. കോടാനുകോടി രൂപ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെന്റ് നടത്തിയത്. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. 1,10,000 കോടി രൂപ കിഫ്ബിക്ക് ചെലവാക്കിയെന്നാണ് കള്ളപ്രചരണം. 38,000 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മൾ അത് പറയുമ്പോൾ ജനങ്ങൾ പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. അതേ സ്ഥിതിയിൽ ആരോഗ്യ കേരളത്തെ മാറ്റി. എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമാണ്. മുഖ്യമന്ത്രി എന്നിട്ട് PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. അത് ഞങ്ങൾ പൊളിച്ചു കാട്ടി തെരഞ്ഞെടുപ്പിൽ, ഒരു സംശയം വേണ്ട. പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് എൽദോസ് കുന്നപ്പള്ളി. സീറ്റ് വാഗ്ദാനത്തിന് ശേഷം നിരസിച്ചതാണ് വേദനിപ്പിച്ചതെന്ന് എൽദോസ് പറഞ്ഞു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് എൽദോസ് നിലപാട് അറിയിച്ചത്. പാർട്ടിയുടെ അനുസരണയുള്ള പ്രവർത്തകനായി പഴയതുപോലെ തന്നെ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് എൽദോസ് കുന്നപ്പള്ളി. ഇന്നലെ രാത്രി രമേശ് ചെന്നിത്തലയുമായി ദീർഘനേരം അദ്ദേഹം സംസാരിച്ചു. അതിനൊടുവിലാണ് ഈ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അനുനയ നീക്കങ്ങളെല്ലാം ഫലം കണ്ടു. എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രനായി മത്സരിക്കും പെരുമ്പാവൂർ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകില്ല. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി താൻ ഒപ്പം തന്നെ ഉണ്ടാകും, പ്രചാരണ രംഗത്തും സജീവമാകും, പാർട്ടിയെ അവിടെ ജയിപ്പിക്കും, മണ്ഡലത്തിൽ ജയിപ്പിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും മനോജ് മൂത്തേടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മണ്ഡലത്തിൽ സജീവമാകാൻ എൽദോസ് കുന്നപ്പള്ളി തയ്യാറെടുക്കുന്നത്. മുതിർന്ന നേതാക്കൾ AK ആന്റണി അടക്കം എൽദോസ് കുന്നപ്പള്ളിയെ വിളിച്ചു സംസാരിച്ചു. അതിനൊടുവിലാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതായി എൽദോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തനിക്ക് സീറ്റുണ്ടെന്ന് തുടക്കത്തിൽ പറയുകയും, കാരണം സിറ്റിംഗ് MLA-മാരെ ആരും തന്നെ മാറ്റുകയില്ല എന്നൊരു നിർദ്ദേശം തന്നെയായിരുന്നു പാർട്ടി നേതൃത്വം ആദ്യം അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് താൻ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുപ്പുകളെല്ലാം ആരംഭിക്കുകയും ചെയ്തത്. പക്ഷെ പെട്ടെന്ന് തനിക്കെതിരായിട്ടുള്ള കേസുകൾ പരാമർശിക്കുകയും പല നേതാക്കൾ തന്നെ മോശമായി ചിത്രീകരിക്കുകയും പിന്നീട് സീറ്റില്ല എന്ന് പറയുന്നതുമാണ് തന്നെ ഏറെ വേദനിപ്പിച്ചതെന്ന് കൂടി എൽദോസ് വ്യക്തമാക്കുന്നുണ്ട്. തുടക്കത്തിലെ തനിക്ക് സീറ്റ് ഉണ്ടാകില്ല, മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ പാർട്ടിയുടെ അനുസരണയുള്ളൊരു പ്രവർത്തകനായി തന്നെ താൻ ഇതിനോടൊപ്പം തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചേനെ എന്നുകൂടി എൽദോസ് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് എൽദോസ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി ഭാവിയിൽ പാർട്ടി ഭരണത്തിലേറ്റു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം എൽദോസിന് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത് ചിലപ്പോൾ DCC പ്രസിഡന്റ്, എറണാകുളത്തെ DCC പ്രസിഡന്റ് സ്ഥാനമാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഷിയാസ് കൊച്ചിയിൽ നിന്നും ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകിടക്കും. അവിടെ എൽദോസ് കുന്നപ്പള്ളിക്കായിരിക്കും അടുത്ത സാധ്യതയുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. അതോടൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസും വലിയൊരു പ്രതിഷേധം ഇതിനോടകം തന്നെ നടത്തിയിരുന്നു കൊച്ചി സീറ്റുമായി ബന്ധപ്പെട്ട്. എന്തായാലും പാർട്ടി നേതൃത്വം ഇടപെട്ടുകൊണ്ട് ദീപ്തിയെയും അനുനയിപ്പിച്ചിരിക്കുകയാണ്. ദീപ്തിക്കും ഇനി പാർട്ടി ജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥാനം തന്നെ നൽകും എന്നൊരു വാഗ്ദാനമാണ് ദീപ്തിക്കുമുള്ളത്. സീറ്റ് കിട്ടാത്തതിൽ നിരാശയില്ല എന്നായിരുന്നു ദീപ്തിയുടെയും പ്രതികരണം. അങ്ങനെ എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങൾ നൽകുന്നതിൽ വലിയ ഒരു അതൃപ്തി ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു, ഒന്ന് എൽദോസ് കുന്നപ്പള്ളിയും മറ്റൊന്ന് ദീപ്തി മേരി വർഗീസ്. രണ്ടുപേരെയും അനുനയിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രചാരണത്തിൽ സജീവമാക്കാൻ തന്നെയാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിലും പേയ്മെന്റ് സീറ്റ് വിവാദം. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുമായ ഡെന്നിസ് കെ ആന്റണിയാണ് ആരോപണം ഉന്നയിച്ചത്. കൊടിയേക്കാൾ വലുത് കോടികളെന്ന് ഡെന്നിസ് കെ ആന്റണി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ബിജു എസ് ചിറയത്തിന് സീറ്റ് നൽകിയത് പണം വാങ്ങിയാണെന്നാണ് ആരോപണം. പാർട്ടി നേതൃത്വം തന്നെ ചതിച്ചതാണെന്നും ഡെന്നിസ് ആന്റണി പറയുന്നു. വർക്കല സീറ്റിനെ ചൊല്ലി NDAയിൽ കലഹം. സീറ്റ് BDJS-ന് നൽകിയതിന് പിന്നാലെയാണ് BJP-യിൽ പൊട്ടിത്തെറി ഉണ്ടായത്. BJP നേതാവ് ആലങ്കോട് ദാനശീലൻ BDJS-നെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പാർട്ടി വിടുമെന്നും പ്രാദേശിക നേതാക്കളുടെ ഭീഷണിയുണ്ട്. LDF സ്ഥാനാർത്ഥി V ജോയിയെ തോൽപ്പിക്കാൻ UDF സ്ഥാനാർത്ഥി വർക്കല കഹാറിന് വോട്ട് ചെയ്യാനും ആഹ്വാനമുണ്ട്. പ്രാദേശിക നേതാക്കളുടെ ശബ്ദരേഖ News 18-ന് ലഭിച്ചു.
നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന മണ്ഡലമാണ് വർക്കല. പക്ഷേ അവിടെ ഘടകകക്ഷികൾക്ക് സീറ്റ് വിഭജിച്ചപ്പോൾ BDJS-നാണ് സീറ്റ് നൽകിയത്. അതാണ് BJP പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നത്. നേരത്തെ തന്നെ BJP അവിടെ ചുവരെഴുത്തടക്കം ആരംഭിച്ചിരുന്നു. താമര ചിഹ്നം വരച്ച് സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്യുന്ന ചുവരെഴുത്ത് മണ്ഡലത്തിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഘടകകക്ഷികളുമായുള്ള ധാരണ പ്രകാരം BDJS-നെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്ത് കടുത്ത അതൃപ്തിയും പൊട്ടിത്തെറിയുമാണ് BJP വർക്കലയിൽ ഉണ്ടാകുന്നത്. ചില നേതാക്കൾ പാർട്ടി വിടുമെന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതിനിടയിലാണ് പ്രാദേശിക നേതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വോട്ട് ഒന്നുകിൽ നോട്ടയ്ക്ക് നൽകണം, ഏതായാലും BDS-ന് അംഗീകരിക്കാൻ കഴിയില്ല, BDS സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം, അതിനുവേണ്ടി നോട്ടയ്ക്ക് വോട്ട് നൽകണം, അതുമല്ലെങ്കിൽ വർക്കല കഹാറിന് വോട്ട് നൽകണം. വർക്കല കഹാറിന് വോട്ട് നൽകിയാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPI സ്ഥാനാർത്ഥി ജോയിയെ പരാജയപ്പെടുത്താനാകും, BDS സ്ഥാനാർത്ഥിയെ പരാജയപ്പെടും. അതുകൊണ്ട് ജോയിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വർക്കല കഹാറിന് വോട്ട് ചെയ്യണമെന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ വിവാദമാകുന്നത്. BJP കോൺഗ്രസ് ധാരണയുടെ ഭാഗമാണെന്ന ആരോപണവുമായി CPM രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ ഈ പാർട്ടി തീരുമാനത്തെ മുന്നണി തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും ശക്തമായ ആലോചന നടക്കുന്നുണ്ട്. വലിയൊരു എതിർപ്പാണ് BJP വർക്കല മണ്ഡലവുമായി ബന്ധപ്പെട്ട് BJP ഘടകത്തിൽ ഉയർന്നത്. സംസ്ഥാന നേതൃത്വം തലവേദനയാകുന്ന നീക്കമായത് മാറുകയാണ്. തൊട്ടടുത്ത് ചിറയൻകീഴും തർക്കങ്ങളുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അനൂപിനെ കൊണ്ടുവന്നതിനെതിരെ പ്രാദേശികമായ വലിയ പരാതികളുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനടക്കം അവിടെയുള്ള നേതാക്കൾ സമീപിച്ചതാണ്. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് അനൂപിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അത് A ക്ലാസ് മണ്ഡലമായി BJP കരുതുന്ന മണ്ഡലം കൂടിയാണ് ചിറയൻകീഴ്. അതിനൊപ്പം തന്നെ വർക്കലയിലും BJP-ക്കുള്ളിൽ വലിയ തർക്കവും കലാപവുമായി മാറിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം. തിരുവനന്തപുരം സെൻട്രലിൽ സുധീർ കരമനയെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. സിനിമാ താരവും ഇടത് സഹയാത്രികനുമായ സുധീർ കരമന ഇടത് സ്വതന്ത്രനായിട്ടാവും മത്സരിക്കുക. തീരുമാനത്തിന് പിന്നാലെ സുധീർ കരമന AKG സെന്ററിലെത്തി. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ജയിക്കുമെന്നാണ് പൂർണ്ണ വിശ്വാസമെന്ന് സുധീർ കരമന പറഞ്ഞു. തളിപ്പറമ്പിലെ വിമത സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ സന്ദർശിച്ചു. ഇരിട്ടിയിലെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പരമാവധി പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് KPCC പ്രസിഡന്റിനെ നേരിൽ കാണാൻ എത്തിയതെന്ന് ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖാമുഖം കണ്ട് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥികളായ G സുധാകരനും H സലാമും പത്രികാ സമർപ്പണത്തിനായി ആലപ്പുഴ കളക്ടറേറ്റിൽ എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി രണ്ടുപേരും തമ്മിൽ കണ്ടത്. പരസ്പരം കൈകൊടുത്ത് അഭിവാദ്യം ചെയ്തെങ്കിലും ഇരുവരും സംസാരിച്ചില്ല. മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം പുതിയൊരു വിവാദത്തിന് കൂടിയാണ് വഴിമരുന്നിട്ടത്. G സുധാകരനെ കുറിച്ചായിരുന്നു അത്. അതിനുള്ള മറുപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. G സുധാകരനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ന്യൂസ് 18നോട് പറഞ്ഞു. ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ടെന്നും നാസർ പറഞ്ഞു. G സുധാകരൻ നീതിമാനായ ഭരണാധികാരിയായിരുന്നെന്ന് VD സതീശൻ. അദ്ദേഹം കള്ളം പറയുമെന്ന് വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രി ഫോൺ ചെയ്തില്ലെന്ന സുധാകരന്റെ മറുപടിയോടായിരുന്നു സതീശന്റെ പ്രതികരണം. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുള്ളൂ. G സുധാകരന് ഒരു നുണയും പറയില്ല. ഞാൻ അദ്ദേഹം CPM നേതാവായിരിക്കുമ്പോൾ പോലും ഞാനന്ന് ഏറ്റവും കൂടുതൽ മന്ത്രിമാർക്കെതിരായി അഴിമതിയാരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തെ MLA 2006 to 2011 വരെ. അന്ന് മന്ത്രിമാരെ നമ്മൾ ആക്രമിക്കുന്ന സമയത്തും ഈ മനുഷ്യനെ കുറിച്ച് ആദരവോടുകൂടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. നിയമസഭയിലെ റെക്കോർഡിൽ കിടക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിച്ചത് 2008 or 2009. ഈ G സുധാകരനെ കുറിച്ച് നീതിമാനായ ഭരണാധികാരിയായിരുന്നു. നീതിമാനായ ഭരണാധികാരി 1000 കോടി കിട്ടിയാൽ 140 MLA-മാർക്ക് വീതം വയ്ക്കും. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ നേരെ ഏതാണ് നെറി ഏതാണെന്ന് നോക്കിയിട്ട് തീരുമാനമെടുക്കും. അങ്ങനത്തെ ആളാണെന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ വേറൊരു മന്ത്രിയെക്കുറിച്ച് എനിക്ക് ഇതുവരെ പറയാൻ, LDF മന്ത്രിയെക്കുറിച്ച് പറയാൻ, CPM മന്ത്രിയെക്കുറിച്ച് പറയാനൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും ആദരവുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞതേ വിശ്വസിക്കുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അദ്ദേഹം ഒരു നിലപാടെടുത്ത് നീങ്ങും.
ഞങ്ങൾ രാഷ്ട്രീയമായ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതിലൊരു ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ജി സുധാകരനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി 3 തവണ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും പക്ഷേ അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയിരുന്നില്ല. അതായത് ജി സുധാകരൻ ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും അത്തരം വിവരങ്ങൾ? അത് കൃത്യമായിട്ടുള്ള വിവരമല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു. ആണ് പിന്നെ കറക്റ്റ്. അതായത് അതിനുശേഷം CPM ജില്ലാ സെക്രട്ടറിയുടെ ഫോണിൽ വിളിച്ചിരുന്നു. വിളിച്ച ഘട്ടത്തിൽ ശരിയാണ്. അല്ല, അതായത് ജി സുധാകരനെ കാണാനായി എത്തുന്ന സമയത്ത് താങ്കൾ ഫോൺ ചെയ്ത് നൽകാം, അതായത് മുഖ്യമന്ത്രി വിളിച്ചു നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു. അതെല്ലാം കറക്റ്റ്. ജില്ലാ സെക്രട്ടറി വിളിച്ച് ഫോണിൽ വിളിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിഷേധിക്കുകയാണോ? ശരിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് 100% ശരി. കൊച്ചി വടുതലയിലെ കൂട്ട ആത്മഹത്യയ്ക്ക് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണെന്ന് പോലീസ്. ഇതേക്കുറിച്ച് ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടി. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി അശ്വതി, അമ്മ ശ്രീകുമാരി, അശ്വതിയുടെ 3 കുട്ടികൾ എന്നിവരടക്കം 5 പേരെയാണ് വടുതലയിലെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. 14, 5, 2 വയസ്സ് വീതമുള്ള കുട്ടികളെ വിഷം കൊടുത്തു കൊന്ന ശേഷം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 3 കുട്ടികളടക്കം 5 പേരുടെ കൂട്ട ആത്മഹത്യയുടെ ഞെട്ടലിലായിരുന്നു വടുതല പ്രദേശം. ഇന്ന് രാവിലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. മൃതദേഹങ്ങൾക്ക് ഏതാണ്ട് 3 ദിവസത്തോളം പഴക്കമാണ് കണക്കാക്കുന്നത്. ഇവിടെ സമീപത്തുള്ള ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ കുടുംബം ഇവിടെ വീട് വാടകയ്ക്കെടുക്കുന്നത്. 3 മാസങ്ങൾക്ക് മുൻപാണ് ഈ പരിസരത്തേക്ക് ഇവർ എത്തിയതെന്നാണ് സമീപത്തുള്ളവർ പറയുന്നത്. ഇവർക്ക് കുറിച്ച് മറ്റ് കൂടുതൽ വിവരങ്ങളൊന്നും സമീപവാസികൾക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഈ 2 ദിവസമായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് സമീപത്തുള്ള അയൽവാസി വീടിന് അകത്ത് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ 2 മൃതദേഹങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനുശേഷം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത പുറത്തേക്ക് വരുന്നത്. ഇതിൽ 2 സ്ത്രീകൾ തൂങ്ങി മരിച്ച നിലയിലും 3 കുട്ടികൾ അവരുടെ കിടപ്പുമുറിയിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ നിലയിലുമാണ് കണ്ടെത്തിയത്. പോലീസ് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും തന്നെ സമീപവാസികൾ പറയുന്നത് ഇവരെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം കൂടുതലായിട്ട് ഇല്ല എന്നതായിരുന്നു. ചുറ്റുമുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും കൌൺസിലർ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും ചികിത്സയ്ക്ക് വേണ്ടി എത്തിയവർ എന്നതായിരുന്നു സമീപത്തുള്ളവർക്ക് ഇവരെക്കുറിച്ച് പ്രാഥമികമായും തന്നെയും അറിയാവുന്ന കാര്യം. 2 മാസമായിട്ട് അശ്വതി എസ് നായർ എന്ന് പറഞ്ഞ ലേഡിയും എൻ്റെ അമ്മയും 3 കുഞ്ഞുങ്ങളും കൂടിയാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത്. ട്രീറ്റ്മെന്റ് ഭാഗത്താണ് വന്ന് താമസിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചത്. ഇപ്പം നിലവിൽ 2 പേര് തൂങ്ങിയ നിലയിലും അശ്വതി എസ് നായറും എൻ്റെ അമ്മയും തൂങ്ങിയ നിലയിലും 3 കുഞ്ഞുങ്ങൾ കട്ടിലും മരിച്ചു കിടക്കാനായിട്ട് കാണാൻ സാധിച്ചു. ഇവര് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ആസ്റ്റർ മെഡിസിറ്റിയിൽ വന്നതാണ്. രാവിലെ തൊട്ടപ്പുറത്ത് ഈ ഓണറിന്റെ ചേട്ടന്റെ മോനാണെന്ന് നോക്കിയപ്പോഴാണ് അറിയണത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കണ കണ്ടത്. ഡീറ്റെയിൽസ് ഒന്നും നമുക്കും ആർക്കും പരിസരവാസികൾക്ക് അറിയില്ല എന്താണെന്ന്. പോലീസ് പിന്നീട് എത്തി പരിശോധനകൾ നടത്തിയതിൽ നിന്നാണ് തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികളാണ് ഇവർ എന്നതെല്ലാം തന്നെ തിരിച്ചറിയുന്നത്. ഒപ്പം തന്നെയും ഈ കുട്ടിയുടെ ചികിത്സാർത്ഥമാണ് ഇവിടേക്ക് എത്തിയത് എന്നതെല്ലാം പോലീസ് മെഡിക്കൽ റെക്കോർഡുകൾ നോക്കി പറയുകയും ചെയ്യുന്നത്. ഇതിൽ അശ്വതിയുടെയും അതോടൊപ്പം തന്നെ അവരുടെ അമ്മയുമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇതിൽ അശ്വതിയുടെ ഭർത്താവ് നാളുകൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ ഭർത്താവിന്റെ കുടുംബം ഇവരെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലായിരുന്നു. ആ ഒരു മാനസികാഘാതമാണ് മരണത്തിലേക്ക്, ഈ ഒരു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ACP ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ ഒരു വിശദീകരണം. ആത്മഹത്യ കുറിപ്പ് എഴുതിയിട്ടില്ല. അപ്പോൾ അവരുടെ ഫാമിലി എന്തൊക്കെ ഡിസ്പ്യൂട്ടാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ള തരത്തിലാണ് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചത്. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് ഒരു സുമാർ 2 മാസം മുന്നേ ഹാങ് ചെയ്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇവരാണെന്നുള്ള ഉത്തരവാദി ഇവരാണെന്നുള്ള തരത്തിൽ ബ്ലെയിം ചെയ്തു എന്നൊക്കെയുള്ള തരത്തിലാണ് സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചത്. ഈ സംഭവത്തിൽ കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തുകയാണ്. പോലീസ് ഫോറൻസിക് വിഭാഗമെല്ലാം തന്നെ കൂടുതൽ പരിശോധനകൾ വീടിനകത്തുമെല്ലാം തന്നെ നടത്തുകയും ചെയ്തു. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് അടക്കം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഇതിൽ തിരുവനന്തപുരത്തെ അവരുടെ വീട് നിലവിൽ മറ്റൊന്ന് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അവർ എറണാകുളത്തേക്ക് വരികയും ഈ വീട്ടിൽ താമസമാക്കുകയും ചെയ്തതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ ആത്മഹത്യക്ക് കാരണമായത് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദമായ ഒരു പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.
കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യം അല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് ജീവപര്യന്തം. ശിക്ഷ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. കേസിലെ വിധിയിൽ തൃപ്തരല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം 2 തരത്തിലുള്ള ശിക്ഷകളാണ് കോടതിക്ക് നൽകാൻ സാധിക്കുന്നത്. ഒന്ന് ജീവപര്യന്തം തടഞ്ഞു കഴിഞ്ഞ തടവും, അതല്ലെങ്കിൽ അപൂർവമായ കേസാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് വധശിക്ഷയും കോടതിക്ക് അനുവദിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇത് അപൂർവമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് 302 പ്രകാരമുള്ള അടുത്ത ശിക്ഷയായ ജീവപര്യന്തം കഠിന തടവ് കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 പ്രകാരം 1 ലക്ഷം രൂപ പിഴ കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അത് കൂടാതെ മറ്റു വകുപ്പുകൾക്കും കോടതി പിഴ ഉത്തരവുണ്ടായിട്ടുണ്ട്. നിയമത്തിന് കൊടുക്കാൻ കഴിയുന്ന വിധി ഇതായിരിക്കുമെന്ന് വന്ദനയുടെ കുടുംബം പ്രതികരിച്ചു. കോടതിയുടെ വിധിയിൽ ആശ്വാസമുണ്ട്. അത് തൽക്കാലം പറയാൻ സാധിക്കില്ല. കാരണം ചെയ്ത തെറ്റിന് പര്യാപ്തമായ ഒരു ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ പോലെ തന്നെ ഞങ്ങളും മനസ്സിൽ കാണുന്നുണ്ട്. കാരണം മോള് അകാരണമായിട്ട് ചികിത്സിച്ചു കൊണ്ടിരുന്ന ആ പേഷ്യൻ്റ് തന്നെ ഇത്രയും 10-27 പ്രാവശ്യത്തോളം കത്തി ഉപയോഗിച്ച് മാരകമായിട്ട് കുത്തി കൊന്ന വേദന അനുഭവിച്ച എൻ്റെ മോള് 4.5 മണിക്കൂറോളം വേദന അനുഭവിച്ച എൻ്റെ മോള് ആശ്രയം ആരുമില്ലാതെ പൈശാചികമായിട്ട് കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം 2 വർഷവും 10 മാസവും 11 ദിവസവും ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ഈ പ്രതിക്ക് 30 വർഷത്തെ തടവും അതിനുശേഷം ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പൊതുസമൂഹത്തെ പോലെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ഒരു ശിക്ഷയല്ലായിരുന്നു. കാരണം അതിനുവേണ്ടി ഞങ്ങൾ കൂടുതൽ ശിക്ഷ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ആലോചിച്ച ശേഷം ഞങ്ങൾ മേൽ കോടതിയിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ പറയാനുള്ളത്. ബിനീഷ് ചേരുന്നുണ്ട്. ബിനീഷ്, പരമാവധി ശിക്ഷ വധശിക്ഷ വേണമെന്നുള്ള ആവശ്യമാണല്ലോ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. കോടതി വിധിയുടെ മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും മഞ്ജുഷ്, വധശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. IPC 302 പ്രകാരം കൊലപാതകം തെളിയിച്ച സാഹചര്യത്തിൽ ജീവപര്യന്തം തടവാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപ പിഴയും പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുഭവിക്കണം. അതുപോലെ തന്നെ IPC 307 വധശ്രമമാണ്. ഇതിൽ 10 വർഷം തടവുണ്ട്. 50,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഈ പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 മാസം കൂടി ശിക്ഷ അനുഭവിക്കണം. അതുപോലെ തന്നെ IPC 326 വകുപ്പുണ്ട്. അത് ആയുധം ഉപയോഗിച്ച് ഗുരുതരമായിട്ടുള്ള പരിക്കേൽപ്പിക്കൽ നിയമമാണ്. ഇതിൽ 10 വർഷം തടവാണ്. 25,000 രൂപ പിഴ ചുമത്തണം. പൈസ അടച്ചില്ലെങ്കിൽ, അതായത് ഈ തുക അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. പിന്നീട് ചുമത്തിയത് 324 വകുപ്പാണ്. അത് ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ നിയമമാണ്. 1.5 വർഷം തടവാണ്. IPC 323 ഉണ്ട്. സാധാരണ പരിക്ക്, അതിന് 3 മാസം തടവിന് ശിക്ഷിച്ചു. IPC 321 സ്വമേധയാ പരിക്ക് വരുത്തൽ, അത് 2 വർഷം തടവാണ്. 10,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. IPC 341 അത് തടഞ്ഞു വെക്കലാണ്. വന്ദനാദാസിനെ തടഞ്ഞു വെച്ച് കുത്തി പരിക്കേൽപ്പിച്ചു കൊലപ്പെടുത്തി എന്നതാണ് കേസ്. ഇതിൽ 1 മാസം തടവാണ്. IPC 332 പൊതുസേവനത്തിലുള്ള ആളിനെ ആക്രമിക്കൽ, അതിന് 9 മാസം തടവുണ്ട്. IPC 333 അത് പൊതുസേവനത്തിലുള്ള ആളിന് ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ നിയമമാണ്. അതിൽ 2 വർഷ തടവാണ്. IPC 201 തെളിവ് നശിപ്പിക്കലാണ്. 2 വർഷ തടവ്, 10,000 രൂപ പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 മാസം കൂടി തടവ് അനുഭവിക്കണം. ആശുപത്രി ജീവനക്കാരെ ഉപദ്രവിച്ച സ്പെഷ്യൽ ആക്ട് ഉണ്ട്. ഇതിൽ 3-4 വകുപ്പുകൾ പ്രകാരം 5 വർഷം തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 50,000 രൂപ പിഴ ഒടുക്കണം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 മാസം കൂടി തടവ് ലഭിക്കും. കേസിലെ എല്ലാ പ്രധാന കുറ്റങ്ങളും കോടതി ശരിവെച്ച സാഹചര്യത്തിലാണ് വിവിധ വകുപ്പുകൾ പ്രകാരം കർശനമായ ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഞ്ജുഷ്. ശരി, ബിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ്. കാസർഗോഡ് BLOയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുഗ്രാൽ പുത്തൂർ സ്വദേശിയും ചേർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ സവാദാണ് മരിച്ചത്. സവാദിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. അതേസമയം സവാദിന്റെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നു, കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്.
മൊഗ്രാൽ പുത്തൂരിലെ 1-ാം ബൂത്ത് ഓഫീസർ BLO ആയ സവാദിനെയാണ് ഇത്തരത്തിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ഇദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും തെരച്ചിൽ നടത്തി. ഒടുവിലാണ് മൊഗ്രാൽ കടവത്ത് അവശ നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. പിന്നീട് ഞാനിപ്പോൾ നിൽക്കുന്ന ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും മരണം സംഭവിച്ചു. അമിത ജോലി സമ്മർദ്ദമാണ് ഈ ഒരു ആത്മഹത്യക്ക് കാരണമെന്നാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ആരോപിക്കുന്നത്. വലിയ തോതിലുള്ള ആളുകൾ കൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് ജോലി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. യുവജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഉള്ള ആ ഫോം അത് പൂരിപ്പിക്കേണ്ട അവസാന തീയതിയായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ അമിത ജോലി ഭാരമാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്. സവാദിന് നീതി വേണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. അത് സമ്മർദ്ദം കൊണ്ട് തന്നെ ഇവിടുത്തെ SIR സിസ്റ്റം മൂലം നമുക്ക് നമ്മളൊരു മെമ്പർ, നമ്മളൊരു സഹപ്രവർത്തകനെ ഇല്ലാത്തതാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ചെർക്കള സ്കൂളിൽ ഹൈസ്കൂൾ അറബിക് അധ്യാപകനാണ്. ജില്ലാ കളക്ടർ വന്നിട്ട് ഓനെ ആരാണ് ഓനക്ക് സമ്മർദ്ദം ചെലുത്തിയത് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഓന്റെ കുടുംബത്തിന് നീതി കിട്ടണം. കലക്ടർ വന്നാൽ മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഉദ്യോഗസ്ഥർ എത്തി സംസാരിച്ച് ഇതിൽ കൃത്യമായ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ മോർച്ചറിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും മൃതദേഹം മോർച്ചറിൽ മാറ്റി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടത്തുമെന്ന് അധികൃതർ ഉറപ്പും നൽകിയിട്ടുണ്ട്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്റർ തീപിടിച്ചപ്പോൾ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി സനീഷാണ് മരിച്ചത്. തീപിടുത്തത്തിന് ശേഷം വെന്റിലേറ്ററിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റിയാണ് രോഗിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. സംഭവത്തിൽ പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സപ്പോർട്ടെല്ലാം മാറ്റിയല്ലേ ഒരു എടുത്ത് ഇങ്ങ് കൊണ്ട് ഇത്രയും ദൂരം പോകണ്ടേ? അതിൻ്റെ ഇടയിൽ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവരും പറയുന്നില്ല, നമുക്കറിയാനും പാടില്ല. പരാതി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പരാതിയായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. പക്ഷേ ഇത് ഇങ്ങനെ സംഭവിച്ചു. ഇപ്പോഴും തന്നെ 4-5 പേര് മരിച്ചെന്ന് അവിടെ നിന്ന് മാറ്റിയ 4-5 പേര് ഇതുവരെ ഡെത്തായിട്ടുണ്ട്. അപ്പം ഇത് മൂലം ആണ് ഈ ഡെത്ത് സംഭവിച്ചെന്നാണ് നമ്മളെ പൂർണ്ണമായ വിശ്വാസം. കൊച്ചിയിൽ സിനിമാ നടിക്ക് നേരെ ലൈംഗിക അതിക്രമം, പ്രതി അറസ്റ്റിലായി. കത്രിക്കട് സ്വദേശി വിപിൻ റോയിയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് കലൂർ സ്റ്റേഡിയം പരിസരത്ത് നടക്കാൻ വന്നപ്പോഴാണ് ഇയാൾ നടിയെ കടന്നുപിടിച്ചത്. വ്യാഴാഴ്ചയായിരുന്നു യുവനടിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. കലൂർ സ്റ്റേഡിയത്തിൽ നടക്കാനിറങ്ങിയപ്പോഴാണ്, വൈകുന്നേരം നടക്കാനിറങ്ങിയപ്പോഴാണ് ഈ യുവാവ് ഈ യുവതിയോട് മോശമായി പെരുമാറുകയും പിന്നീട് ദേഹത്ത് കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് നടി പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയത്. പിന്നീട് പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. അതോടൊപ്പം തന്നെ നടി നൽകിയ മറ്റൊരു പരാതിയിൽ പറയുന്നത്, കഴിഞ്ഞ കുറെ നാളുകളായി ഇൻസ്റ്റഗ്രാമിലൂടെ ഈ യുവാവ് വളരെ മോശമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയും തന്നെ ശല്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത് താൻ പലപ്പോഴും വിലക്കി, പക്ഷെ അത് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വന്നതാണ് സ്റ്റേഡിയത്തിലേക്ക് എന്നുകൂടി നടി പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് ഈ പ്രതി വീട്ടിലുണ്ട്, പാലാരിവട്ടത്തെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കുകയും പോലീസ് അവിടെ എത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിശദമായി ചോദ്യം ചെയ്തു. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. ഇറാന്റെ പ്രതിരോധ ആണവ സംവിധാനങ്ങളും പൂർണ്ണമായും തകർത്തെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ, അതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങൾ നോക്കണമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്ക ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. In the sense of you need ships, you need volume. And NATO could help us, but they so far haven't had the courage to do so. And others could help us. But, we don't use it. At a certain point, it'll open itself. The strait itself is, we're doing a good job. But it would be nice if the countries, including China, if the countries that use it, China uses it 90% of their energy. Japan is 95% of the energy. It would be nice if those countries would get involved. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ വിട്ടു നൽകിയ ബ്രിട്ടന് ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് വിദേശമന്ത്രി അബ്ബാസ് അരഗ്ചി.
ശത്രുക്കൾക്ക് നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ അമേരിക്ക ഇറാന്റെ ക്രൂഡ് ഓയിലിനുണ്ടായിരുന്ന ഉപരോധം പിൻവലിക്കുകയും ചെയ്തു. അജയ് സുധാ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, യുദ്ധം അവസാനിക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം ട്രംപിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇക്കാര്യത്തിൽ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടോ? നിലവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ മറുപടികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ IRGC പുതുതായി ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കുമെതിരെയുമുള്ള ആക്രമണം കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. IRGC പുതുതായി പുറത്തു വന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് തങ്ങൾ 77ാം ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതായിട്ടാണ്. ഇതിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിലുള്ള US-ന്റെയും ഇസ്രായേലിന്റെയും 55 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്നും അവർ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. US-ന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് വരുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ പ്രതികരണം പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കാരണം പീറ്റ് ഹെഗ്സെറ്റ് ഉൾപ്പെടെ നിരവധി നയതന്ത്ര ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ യുദ്ധം കൂടുതൽ ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോകും എന്നതാണ്. എന്നാൽ ട്രംപ് ഇന്ന് തന്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് യുദ്ധം ഇറാനെതിരെയുള്ള ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കാരണങ്ങൾ അദ്ദേഹം ഈ നമ്പറിട്ട് നിരത്തുന്നുമുണ്ട്. അതിന് അദ്ദേഹം എടുത്തു കാട്ടുന്ന ഒരു സൂചനകൾ എന്ന് പറയുന്നത് അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു, ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർത്തു, ആണവ സംവിധാനങ്ങൾ തകർത്തു. ഇതെല്ലാമാണ് ഒരു കാരണമായി പറയുന്നത്. അത് മാത്രമല്ല, ഹോർമുസിന്റെ കാര്യത്തിൽ ട്രംപ് ഒന്ന് കൈകഴുകുന്ന നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഇതിനു മുൻപേ അമേരിക്ക വ്യക്തമാക്കിയിരുന്നത് ഹോർമുസിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുമെന്നാണ്. എന്നാൽ നിലവിൽ ട്രംപ് പറയുന്നത് ഇത് അതുവഴി ഗതാഗതം നടത്തുന്ന, ഇതുവഴി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചൈനയും ജപ്പാനും ഒക്കെ ഇതിന് മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അമേരിക്ക ഹോർമുസ് വഴി യാതൊരു ഗതാഗതവും നടത്തുന്നില്ല, യാതൊരു കച്ചവടവും അമേരിക്കയ്ക്ക് ഇതുവഴിയില്ല, ഇത് മറ്റ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് ട്രംപ് പറയുന്നത്. നാറ്റോയെ ഇതിനായി സമീപിച്ചെങ്കിലും അവർക്ക് ഇതിനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അവരെ ഒന്ന് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ആഗോളതലത്തിൽ തന്നെ ഇന്ധന പ്രതിസന്ധി അത് രൂക്ഷമായി നിലനിൽക്കുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വിലയെല്ലാം അനിയന്ത്രിതമായി ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ്റെ ക്രൂഡ് ഓയിലിനുണ്ടായിരുന്ന ഒരു ഉപരോധം കൂടി അമേരിക്ക പിൻവലിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 140 മില്യൺ ക്രൂഡ് ഓയിലാണ് ഇറാൻ്റെ ഭാഗമായി വിവിധ സമുദ്രങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. വ്യാപാരങ്ങൾ നടത്താൻ സാധിക്കാതെ കെട്ടിക്കിടക്കുന്നത് 140 മില്യൺ ക്രൂഡ് ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാപാരം നടക്കുന്നതോടുകൂടി അത് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ആശ്വാസമായി തീരും. അപ്പോൾ ഈ ഉപരോധം നീക്കിക്കൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില അത് താഴേക്ക് കൊണ്ടുവരാൻ ട്രംപ് നിലവിൽ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇറാന്റെ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ്. അതിൽ അവരുടെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി അദ്ദേഹം നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ചില മുതിർന്ന നേതാക്കളെ കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനിലുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താനാകില്ല. അതുപോലെ ശത്രുക്കൾക്ക് നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ഈ ബ്രിട്ടൻ തങ്ങളുടെ സൈനിക ബേസുകൾ US-ന് വിട്ടു നൽകിയത് സംബന്ധിച്ച് ബ്രിട്ടനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ തങ്ങളുടെ രാജ്യത്തുള്ള ജനങ്ങളെ കൂടി അപകടത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ആ രാജ്യത്തെ സാധാരണക്കാർ ഒരിക്കലും ഈ ഇസ്രായേലും അമേരിക്കയും ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ അനുകൂലിക്കുന്നവരല്ലെന്നും ഈ അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കിയാൽ തനിക്ക് അനുകൂലമാകുമെന്ന് ഏറ്റുമാനൂരിലെ ഇടത് സ്ഥാനാർത്ഥി VN വാസവൻ. താൻ വന്നതിന് ശേഷമാണ് കള്ളന്മാരെ പിടിച്ച് അകത്തിട്ടത്. അതിനുശേഷം അയ്യപ്പന് പൊന്ന് തിരികെ നൽകി. 2 വർഷം ശബരിമല തീർത്ഥാടനം ഭംഗിയായി നടത്തിയതും തന്റെ നേട്ടമാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന് ആദ്യം ആവശ്യപ്പെട്ടത് താനാണ്. പത്മകുമാർ ഉൾപ്പെടെ എല്ലാത്തിനെയും പിടിച്ചകത്തിടുകയാണ് സർക്കാർ ചെയ്തതെന്നും VN വാസവൻ പറഞ്ഞു. ഏറ്റുമാനൂരിൽ 2ാം ഊഴത്തിന് മന്ത്രി കൂടിയായി VN വാസവൻ ഇറങ്ങുകയാണ്. ഇത്തവണത്തെ ഒരു കോൺഫിഡൻസ് എന്താണ് വാസവൻ? 100% ആത്മവിശ്വാസവും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് ഈ പ്രാവശ്യം. ഒന്ന്, പൊതുവിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അന്ന് അനുകൂലമായ ഘടകം. 2, ഈ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെയാണോ ജനങ്ങളോട് പറഞ്ഞിരുന്നത് ആ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ അക്കമിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ അവസ്ഥയാണ് പൊതുവിൽ എന്നെ സംബന്ധിച്ചോളം ഉള്ളത്. അത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ നടക്കാത്ത രൂപത്തിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് വരെ ഞാൻ അവതരിപ്പിച്ചു.
അത് സാധാരണ ഇതിൽ ആരും തൻ്റെ ഇടം കാണിക്കാത്തതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അത് വെറുതെ അവതരിപ്പിച്ചല്ല. ആദ്യം എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചു, അവരുടെ നിർദ്ദേശം സ്വീകരിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് പൊതുവിൽ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. 2 വർഷം കഴിയുമ്പോൾ റിവ്യൂ ചെയ്തു. അടുത്ത 2.5 വർഷം കഴിയുമ്പോൾ വീണ്ടും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒപ്പം റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിച്ചും പിന്നീട് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 4200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്കുള്ള 2 സ്ഥാപനങ്ങൾ, ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജും 2 മഹാത്മാഗാന്ധി സർവകലാശാലയും. ഇത് രണ്ടിനും കേരളത്തിൽ വലിയ രൂപത്തിൽ മുൻപോട്ട് വരാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നു. മെഡിക്കൽ കോളേജിൽ തന്നെ 1250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇതുകൂടാതെ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കുറച്ചു മുമ്പ് സംസാരിച്ച നാട്ടം സുരേഷ് പറഞ്ഞ. അടിസ്ഥാന സൗകര്യം ഒന്നും ചെയ്തിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് അവർ പറയുമല്ലോ. ഞാൻ ഒരു കേരളത്തിൽ നുണപ്രചരണങ്ങൾ നടത്തുന്ന ഒരു കൂട്ടർ പ്രതിപക്ഷമല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് കേരള സംസ്ഥാനത്ത് 1,06,000 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്റ്റ് തന്നെ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേരളത്തിലൊന്നും നടപ്പാക്കിയിട്ടില്ല. ഞാൻ ഈ മണ്ഡലത്തിൽ വന്നാൽ ഈ അന്ധന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. അന്ധന്മാർ പോലും പറയില്ല. കാരണം വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ അറിയാം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും അറിയും. അതുകൊണ്ട് രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് മാത്രമേ ഈ തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്താൻ കഴിയൂ. ഡെവലപ്മെന്റ് ഒരു കോൺഫിഡൻസ് ആണ് അല്ലേ? അതല്ലേ ഏറ്റവും പ്രധാനം. ഒരു നിയമസഭാ സാമാജികനെ സംബന്ധിച്ചോളം ആ നിയോജക മണ്ഡലത്തിൽ തൻ്റെ വോട്ടർമാരെ അവർ നമ്മളിൽ അർപ്പിച്ച സ്നേഹവും വിശ്വാസവും എത്ര കണ്ട് കാത്തു സൂക്ഷിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ വോട്ടർമാരെ സമീപിച്ചിട്ട് ചോദിക്കുക, ഈ തരത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ഞാൻ ഈ പറയുന്നത് ശരിയാണോ, ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നോ. നിങ്ങൾ ഈ റോഡിൽ കൂടെ നടന്ന് ഈ മണ്ഡലം ഒട്ടാകെ നോക്കുക. PW റോഡ് BMBC അല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറ. വന്നപ്പോൾ നിങ്ങൾ ഗാന്ധി റോഡ് കണ്ടില്ലേ, മെഡിക്കൽ കോളേജിലേക്കുള്ള രാജപാത കിടക്കുന്നത്. അതുപോലെയാണ് എല്ലാ പാലങ്ങളും നമ്മുടെ കാരിത്താസ് മേൽപ്പാലം ഉൾപ്പെടെ നടക്കാതെ കിടന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അതുകൂടാതെ നമുക്ക് വലിയ രൂപത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വികസനങ്ങൾ അന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്. അതിരമ്പുഴ ജംഗ്ഷനിൽ ഒന്ന് പോയാൽ മതി. അതിരമ്പുഴ ജംഗ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ 6 മീറ്ററായിരുന്നു അവിടെ വീതി, ഇപ്പോൾ 18 മീറ്ററാണ്. ജൻസി പ്രതിനിധിയായ ഒരു സ്ഥാനാർത്ഥി കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ജനവിധി തേടുന്നുണ്ട്. സംസ്ഥാനത്ത് NDAയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ ആതിര D. നായരാണ് 25-ാം വയസ്സിൽ അംഗം കുറിക്കുന്നത്. അധ്യാപനം, ക്ലാസിക്കൽ ഡാൻസ്, സംഗീതം തുടങ്ങി ആതിര കൈവയ്ക്കാത്ത മേഖലകളില്ല. സംരംഭക കൂടിയായ ആതിര 2020 സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. ഏറ്റുമാനൂരിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് NDAക്ക് വന്നിരിക്കുന്നത്, ആതിര D. നായർ. ഒരുപക്ഷെ വീണയുടെ പിന്മാറ്റത്തിന് ശേഷം വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു 2020. അതായത് NDAയുടെ ഒരു മൈഥിലി താക്കൂർ എന്നൊക്കെയുള്ള വിശേഷണവുമായിട്ടാണ് സാബും ജേക്കബ് ആതിരയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആതിര എങ്ങനെ എത്തി ഇതിലേക്ക്? സത്യം പറഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെയായിരുന്നു. വീണ ചേച്ചി ചില കാരണങ്ങളാൽ മാറുന്നു, അപ്പോൾ ആളെ വേണം. അപ്പോൾ അങ്ങനെ സുനിലങ്ങളാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫൈല് കണ്ടു, അവർ അന്വേഷിച്ചു, അവർക്ക് ഓക്കെയാണ്, ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്തത് വന്നപ്പോഴും എനിക്ക് സെക്കൻഡ് ഒരു തോട്ട് വന്നില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചതാണ്, ഓക്കെ നമുക്ക് ഇതിനകത്ത്. അതെന്താണ് അങ്ങനെ ഒരു സാധാരണ ആളുകൾക്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പേടിയുണ്ടാവും. അതിലേക്ക് എന്താണ് പെട്ടെന്ന് ഒന്ന് ചിന്തിക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? സത്യമാണ്, കാരണം എനിക്കാണ് രാഷ്ട്രീയ പാരമ്പര്യവും കൂടി ഇല്ല. എന്നിട്ടും പെട്ടെന്ന് ഇത് കേട്ടപ്പോഴേ ഞാനൊരു സഡൻ തീരുമാനം എടുത്തതിൻ്റെ പിന്നിലെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ 2020 നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 2020 എന്താണ് കിഴക്കമ്പലത്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു നമ്മളൊരു ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് എനിക്ക് തോന്നുന്നു എന്നെപ്പോലെയുള്ള യൂത്ത് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് കുറേ തെറ്റുകളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി ശരിയാക്കാമായിരുന്നു. ഈ തോട്ട് എല്ലാ മനുഷ്യർക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ജെൻസി, അത് പറയുമ്പം ഞാനൊരു ജെൻസി കിഡാണ്, ഒരു ജെൻസി സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജെൻസി കുട്ടികൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് നമുക്കെല്ലാത്തിനും അതായത് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് നമുക്കുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, ഈ ഒരു തോട്ട് നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് ആ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസം ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് എക്സാമ്പിൾ ഉണ്ടല്ലോ.
BJPയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വന്നു കഴിഞ്ഞു. അല്പസമയം മുമ്പാണ് മൂന്നാം ഘട്ട പട്ടിക വന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണ്. കരമന ജയനായിരിക്കും സ്ഥാനാർത്ഥി. നെയ്യാറ്റിൻകരയിൽ എസ് രാജശേഖരൻ നായരാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. മറ്റു സ്ഥലങ്ങളിലെ ഇങ്ങനെയാണ്. പീരുമേട് വി രതീഷ് സ്ഥാനാർത്ഥിയാവും. മാവേലിക്കര അജിമോൻ, പുതുപ്പള്ളി രവീന്ദ്രനാഥ് വാകത്താനമായിരിക്കും BJP സ്ഥാനാർത്ഥി. അടൂരിൽ പന്തളം പ്രതാപനാണ് സ്ഥാനാർത്ഥി. ചവറയിൽ KR രാജേഷ്, ചടയമംഗലത്ത് RS അരുൺരാജ്, ചിറയൻകീഴ് BS അനൂപ്, അരുവിക്കരയിൽ വിവേക് ഗോപൻ, കോവളത്ത് TN സുരേഷ് ഇവരാണ് BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതുവരെ വന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ MT രമേശിൻ്റെ അസാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അത് തീരുമാനമെടുത്തതാണ്. കരമന ജയനായിരിക്കുമെന്ന് ആ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ മത്സരിക്കുന്ന എസ് രാജശേഖരൻ നായർ മുൻപും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നയാളാണ്. ചിറയൻകീഴിലാകട്ടെ BS അനൂപ്, കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച BS അനൂപാണ് ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തെത്തുന്നത് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ്റെ സഹോദരനായ പന്തളം പ്രതാപനാണ് അടൂരിലെ BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയത്. കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഇതിനകത്ത് മറ്റു പ്രത്യേകതകളൊന്നും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലല്ലോ. ഇപ്പോൾ മൂന്ന് ഘട്ട പട്ടിക വന്നപ്പോൾ MT രമേശിന്റെ അസാന്നിധ്യമാണല്ലോ എടുത്തു പറയുവാനുള്ളത്. മഞ്ജുഷ, ഇപ്പോൾ മൂന്നാം ഘട്ട പട്ടികയിൽ 11 പേരുടെ പേരാണ്. അതിലേറ്റവും കൗതുകമുള്ള ഒരു പേരെന്ന് പറയുന്നത് RS അരുൺരാജിന്റെ പേരാണ്. ചടയമംഗലത്ത് RS അരുൺരാജ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു, KPCC സെക്രട്ടറി ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയൊക്കെ നേതാവായ RS അരുൺരാജ് ഇന്നലെയാണ് BJPയിൽ ചേർന്നത്. ഇന്നലെ BJPയിൽ ചേർന്ന ഒരാൾക്ക് ഇന്നിപ്പോൾ ചടയമംഗലത്ത് സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നാണ്. ഈ സ്ഥാനാർത്ഥിത്വം ഉറപ്പായ ശേഷമാണ് RS അരുൺരാജ്. നേരത്തെ PC ചാക്കോയുടെ അടുത്ത അനുയായിയൊക്കെ ആയിരുന്നു. PC ചാക്കോ കോൺഗ്രസ് വിട്ടുപോയ ശേഷം കാര്യമായ പോസ്റ്റുകളൊന്നും RS അരുൺരാജിന് ലഭിച്ചിരുന്നില്ല. പലപ്പോഴും പോസ്റ്റുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ നിന്നാണ് ഇന്നലെയാണ് RS അരുൺരാജ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത്. ഇന്നിപ്പോൾ ചടയമംഗലത്ത് RS അരുൺരാജ് സ്ഥാനാർത്ഥിയായിരിക്കുന്നു. മറ്റൊന്ന് പീരുമേടാണ്. പീരുമേട് വി രതീഷാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളിയിൽ രവീന്ദ്രനാഥ്, മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി അജിമോനാണ്. അടൂരാണ്. അടൂരിൽ പന്തളം പ്രതാപനാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. പന്തളം പ്രതാപൻ മന്ത്രി സുരേഷ് ഗോപിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പന്തളം പ്രതാപനാണ് അടൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത്. ചവറയിൽ KR രാജേഷ് സ്ഥാനാർത്ഥിയായി വരുന്നു. ചടയമംഗലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേകത. അരുൺരാജ്, RS അരുൺരാജ് സ്ഥാനാർത്ഥിയാകുന്നു. RS അരുൺരാജ് ദീർഘകാലമായി 10-20 വർഷത്തിലേറെക്കാലമായി KSU കാലം മുതൽ KSUവിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാനതല നേതാവായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനതല ഭാരവാഹിയായിരുന്നു. KPCCയുടെ സെക്രട്ടറി ആയിരുന്നു. അരുൺരാജാണ് ഇപ്പോൾ ചടയമംഗലത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ചിറയൻകീഴിൽ BS അനൂപ് സ്ഥാനാർത്ഥിയാവുന്നു. ചിറയൻകീഴിലെ സ്ഥാനാർത്ഥി BS അനൂപും ഇത് തന്നെയാണ്. കോൺഗ്രസിൽ നിന്നെത്തിയ BS അനൂപാണ് ചിറയൻകീഴിൽ സ്ഥാനാർത്ഥിയായി വരുന്നത്. രമ്യ ഹരിദാസിനെ മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് BS അനൂപ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കൂറുമാറുന്നത്. മറ്റൊന്ന് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇന്നലെ തന്നെ പേര് പുറത്തു വന്നതാണ്. കരമന ജയൻ്റേതാണെന്ന്. കരമന ജയൻ്റെ പേര് നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. പിന്നീട് തന്ത്രപൂർവ്വമായി മാറി നിൽക്കുകയായിരുന്നു. കാരണം തിരുവനന്തപുരം 3 മുന്നണികൾക്കും ഒരേപോലെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അതിന് UDF ആയാലും LDF ആയാലും BJP ആയാലും 3 പേർക്കും കഴിഞ്ഞ കാല കണക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ 3 പേർക്കും വിജയസാധ്യതയുള്ളൊരു മണ്ഡലം. ആ മണ്ഡലത്തിൽ പക്ഷേ CP ജോണാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. CP ജോണിന് എതിരാളിയായി കരമന ജയനാണ് BJPയിൽ നിന്ന് വരുന്നത്. വലിയ പേരുകളൊക്കെ വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കുമ്മൻ രാജശേഖരൻ്റെ പേരൊക്കെ നേരത്തെ 6 മുളയ്ക്ക് മുമ്പേ ഇവിടെ കേട്ടിരുന്നു. പ്രധാനപ്പെട്ട ഒരു പേര് തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ വരുന്ന, തിരുവനന്തപുരം പഴയ സെൻട്രലാണ്. സെൻട്രൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ നഗരഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. ആ മണ്ഡലത്തിൽ ആണ് അവിടെ BJPക്ക് വലിയ സ്വാധീനമൊക്കെ ഉള്ള മണ്ഡലമാണ്, വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ കരമന ജയനെ തന്നെയാണ് സ്ഥാനാർത്ഥി. ആദ്യം തീരുമാനിച്ച ആളെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. അരുവിക്കരയിൽ വിവേക് ഗോപനാണ് സ്ഥാനാർത്ഥിയാവുന്നത്. കോവളത്ത് TN സുരേഷ് സ്ഥാനാർത്ഥിയാവുന്നു. നെയ്യാറ്റിൻകരയിൽ S രാജശേഖരൻ നായരാണ്. ഉദയ ഹോട്ടലുകളുടെ ഉടമ ചെങ്കൽ രാജശേഖരൻ നായരാണ് അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്, നെയ്യാറ്റിൻകരയിൽ സ്ഥാനാർത്ഥിയാവുന്നത്. എന്തായാലും 11-അംഗ പട്ടിക കൂടിയാണ് ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വലിയൊരു അത്ഭുതം എന്ന് പറയാനുള്ള ഒന്നുമില്ല. ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയും കോൺഗ്രസിലായിരുന്നു, 4 ദിവസം മുമ്പ് വരെയും കോൺഗ്രസിലായിരുന്ന VS അനൂപും ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന RS അരുൺരാജും ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളായി 2 സ്ഥലത്ത് വരുന്നു എന്നുള്ള പ്രത്യേകതയാണ് അതിൽ പ്രധാനമായുള്ളത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. 2 കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകത. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയനായിരിക്കും NDA സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്.
കാട്ടാക്കടയിൽ ഇത്തവണ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഹാട്രിക് ഉറപ്പിച്ചാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി IB സതീഷ് വീണ്ടും ഇറങ്ങുന്നത്. MR ബൈജു എന്ന പ്രാദേശിക നേതാവിനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് UDFന്റെ ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേടിയ മുന്നേറ്റത്തിന്റെ പ്രതീക്ഷയിലാണ് BJP നേതാവ് PK കൃഷ്ണദാസ് ഒരിക്കൽ കൂടി കാട്ടാക്കടയിൽ മത്സരിക്കുന്നത്. കാട്ടാക്കടയിൽ തിരഞ്ഞെടുപ്പ് മേളം കൊട്ടിക്കയറുകയാണ്. 10 വർഷം മുമ്പ് പിടിച്ചെടുത്ത സീറ്റ് ഇത്തവണയും നിലനിർത്തുമെന്ന കാര്യത്തിൽ CPM സ്ഥാനാർത്ഥി IB സതീഷിന് ഒരു സംശയവുമില്ല. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാനാവും, മെച്ചപ്പെടുത്താനാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 10 വർഷം കേരളത്തിലുണ്ടാക്കിയ ഒരു മാറ്റമുണ്ട്. അത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും കാണാനും അനുഭവിക്കാനും പറ്റുന്ന മാറ്റമാണ്. ആ മാറ്റം കാട്ടാക്കടയിലും ഉണ്ടായി. ഓടിക്കയറുകയാണ് UDF സ്ഥാനാർത്ഥി MR ബൈജു. പ്രാദേശിക ബന്ധങ്ങളും സാമുദായിക സമവാക്യങ്ങളും കരുത്താകുമെന്ന് പ്രതീക്ഷ. വികസനം മാത്രം പോരല്ലോ, സാധാരണക്കാരുടെ പ്രശ്നങ്ങളും പരിഹരിക്കണ്ടേ എന്ന ചോദ്യവും. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഞാൻ മത്സരിക്കുന്നത് 90% വരുന്ന സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടാണ്. പാവപ്പെട്ടവരുടെ ഏറ്റവും വേദന അനുഭവിക്കുന്നതിൻ്റെ നൊമ്പരം അനുഭവിക്കുന്നതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ 100% വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പാരമ്പര്യം, കാട്ടാക്കടയിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിന്റെ പരിചയം, അതിലുമുപരി മണ്ഡലത്തിൽ BJPയുടെ രാഷ്ട്രീയ വളർച്ച, തികഞ്ഞ വിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്. ഞങ്ങൾ ഇവിടെ 100% വിജയവിശ്വാസത്തിലും ശുഭാപ്തി വിശ്വാസത്തിലുമാണ്. കാട്ടാക്കടയിലെ നല്ലവരായ വോട്ടർമാർ ഇത്തവണ BJPക്കും NDAക്കും അനുകൂലമായിട്ട് വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം കഴിഞ്ഞ അതിൻ്റെ ലക്ഷണങ്ങൾ, അതിന് വ്യക്തമായ തെളിവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കാട്ടാക്കടയിൽ ഭാരതീയ ജനതാ പാർട്ടി 1ാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. ഏതാണ്ട് 6000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. UDF 2ാം സ്ഥാനത്തും LDF 3ാം സ്ഥാനത്തുമായിരുന്നു. ഈ വിജയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു. പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ കാട്ടാക്കട ശക്തമായ ത്രികോണപ്പോരിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം. അതിശക്തമായ പോരാട്ടത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,380, പവന് 1,07,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,050, പവന് 88,400. വെള്ളി ഗ്രാമിന് 245, കിലോയ്ക്ക് 2,45,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.